എനിക്ക് എൻ്റേതായിട്ടുള്ള ബന്ധങ്ങൾ എന്നാന്ന് കോട്ടപ്പുറം അവിടെ കണ്ട് ഞെട്ടി. എന്നാ അടിമാലി എനിക്ക് ഇവരുടെ നമ്പറൊക്കെ മേടിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മളങ്ങനെ ഒരു രീതിയിലുള്ള മിസ്യൂസ് ചെയ്യാത്ത ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങളൊക്കെ നമുക്കുള്ള. ഇനിയിപ്പം എൻ്റെ ജിനീഷ് ഭായി അറിയില്ല, മജിസ്ട്രേറ്റ് വരെ എൻ്റെ വീട്ടിൽ വന്ന് വെച്ച് എനിക്ക് ആ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ആയിട്ട് വളരെ ഒതുങ്ങി ജീവിക്കണം പറ്റും. ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല. കാര്യം എന്നാന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധം വെച്ച് നമുക്ക് ആരെയും ഉപദ്രവിക്കാം, നമ്മുടെ ബന്ധം വെച്ച് എന്തും ചെയ്യാം. തിരുവനന്തപുരത്തെ നമ്പർ 1 കൊട്ടേഷൻ ടീമിൻ്റെ കൂടെ ഇരുന്ന് വെള്ളം അടിച്ചിട്ട് ഞെട്ടിയിട്ടേ എനിക്ക് ഇവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം. പരസ്യമായിട്ട് ഫ്ലവേഴ്സിൽ നിന്ന് തെറി പറഞ്ഞ ഏക വ്യക്തി ഞാനാണ്. നമസ്കാരം. നടനും മിമിക്രി താരവുമായ ബിനു അടിമാലി തന്റെ മുൻ സോഷ്യൽ മീഡിയ മാനേജറെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം മറുനാടന് ലഭിച്ചു. സോഷ്യൽ മീഡിയ മാനേജറെ മർദ്ദിച്ച സംഭവം മറുനാടൻ മലയാളിയാണ് നേരത്തെ പുറത്തുവിട്ടത്. ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക് പ്രോഗ്രാം സ്റ്റുഡിയോയിൽ വെച്ച് ജനീഷ് എന്നയാളെയാണ് ബിനു അടിമാലി മർദ്ദിക്കുകയും 8 ലക്ഷത്തോളം രൂപ വിലയുള്ള ക്യാമറ നിലത്തെറിഞ്ഞ് തകർക്കുകയും ചെയ്തത്. കൂടാതെ മജിസ്ട്രേറ്റുമാരുമായും വലിയ ഗുണ്ടകളുമായും തനിക്ക് ബന്ധമുണ്ടെന്നും മറ്റുമൊക്കെ പറഞ്ഞ് ജനീഷിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇത് മറുനാടൻ വാർത്തയാക്കിയതോടെ വിശദീകരണവുമായി ബിനു അടിമാലി രംഗത്ത് വന്നിരുന്നു. ബിനു പറയുന്നത് താൻ അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നാണ്. എന്നാൽ മറുനാടൻ ഇപ്പോൾ പുറത്തുവിടുന്ന ഓഡിയോയിൽ ഇത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എനിക്ക് എൻ്റെ മനസ്സിനൊരു സുഖമില്ലായ്മ തോന്നി. അവിടെ ഞാൻ ജിനീഷിനെ കാണാൻ വന്നത് നിന്നും പോയ കാര്യങ്ങളെല്ലാം പോട്ടെ. ഞാൻ ജിനീഷിനും നമ്മളെല്ലാവരും കലാകാരന്മാരെ വർഷങ്ങളുടെ പ്രയത്നം. ഇപ്പം ജിനീഷുമായി എത്ര വർഷമായി ഫീൽഡിൽ വന്നിട്ട് ഇതിലേക്ക് വളരാനുള്ള കഷ്ടപ്പാട്, അല്ലെങ്കിൽ മുമ്പോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട്, ഒരു മാസം വാടക കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് മുതൽ ജിനീഷ് ഭായിക്കാണ്. നമ്മളൊരു ഒരു മനുഷ്യൻ എന്ന നിലയിൽ ദിവസം കടന്നു പോകണതിൻ്റെ ബുദ്ധിമുട്ട് ജിനീഷ് ഭായിക്ക് പറയാം, എനിക്കറിയാം അല്ലേ. ജിനീഷ് ഭായി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ വാടക കൊടുക്കാൻ പോലും കഷ്ടം. അതേ സൗന്ദര്യപ്പണക്കം വന്ന സന്തോഷത്തോടെ മാറുന്ന അതിൻ്റെ സന്തോഷം, അതാകുമ്പോൾ ആ സന്തോഷം എപ്പോഴും നിലനിൽക്കും. വഴക്കല്ല ജിനീഷ് ഭായി. ഞാൻ എപ്പോഴും പറഞ്ഞു വെച്ചാൽ ഞാൻ എൻ്റെ ബന്ധങ്ങളും എൻ്റെ ഓട്ടപ്പുറത്തിനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. ഞാനൊരു ദുർബല മനുഷ്യനാണ്. ഞാൻ ആരോടും ഒരു ഉപദ്രവത്തിനോ ഒന്നിനും പോകാത്ത. എനിക്ക് എൻ്റേതായിട്ടുള്ള ബന്ധങ്ങൾ എന്നാന്ന് കോട്ടപ്പുറം അവിടെ കണ്ട് ഞെട്ടി. എന്നാ അടിമാലി എനിക്ക് ഇവരുടെ നമ്പറൊക്കെ മേടിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മളങ്ങനെ ഒരു രീതിയിലുള്ള മിസ്യൂസ് ചെയ്യാത്ത ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങളൊക്കെ നമുക്കുള്ള. ഇനിയിപ്പം എൻ്റെ ജിനീഷ് ഭായി അറിയില്ല, മജിസ്ട്രേറ്റ് വരെ എൻ്റെ വീട്ടിൽ വന്ന് വെച്ച് എനിക്ക് ആ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ആയിട്ട് വളരെ ഒതുങ്ങി ജീവിക്കണം പറ്റും. ഞാൻ ആരെയും ഉപദ്രവിക്കാറില്ല. കാര്യം എന്നാന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധം വെച്ച് നമുക്ക് ആരെയും ഉപദ്രവിക്കാം, നമ്മുടെ ബന്ധം വെച്ച് എന്തും ചെയ്യാം. ഈ തുച്ഛമായ ജീവിത കാലയളവിൽ ഒരുത്തിൻ്റെ അന്നം മുട്ടിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല, അല്ലെങ്കിൽ ഒരുത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് നമുക്കൊന്നും നേടാനില്ല. അതിന് ശത്രു ആലപ്പൻ ഞാൻ എൻ്റെ അടുത്ത് ശത്രുത കാണിക്കുക, എനിക്ക് ബുദ്ധിമുട്ട് കാണിച്ചവരുടെ അടുത്ത് പോലും, കാരണം ഷൈജു അടിമാലിമാർ ഒരുപാട് പേരുണ്ട്, അവരുടെ അടുത്തൊക്കെ ഞാൻ മാറി പോന്നിട്ട് ഈ സമയം വരെ എൻ്റെ ജീവിതത്തിൽ ഞാനുള്ളൂ. അങ്ങനെ ഞാൻ പോകുന്നില്ല, എൻ്റെ ശൈലി അതാ. അപ്പം അതുകൊണ്ട് ഇപ്പം രണ്ടാമതും സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്തതൊക്കെ ആളുകളൊക്കെ ഇട്ട് തുടങ്ങി. ആവശ്യമില്ലാത്ത ഒരു കാര്യമില്ലാതെ നമ്മളെ ഇത് ചെയ്യാനുള്ള രീതിയിലൊക്കെ ആളുകൾ ഇട്ട് തുടങ്ങി. ഞാനത് ജിനീഷ് ഭായിയുടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി ബന്ധങ്ങളോ ഇതൊന്നും എനിക്കറിയില്ല. അല്ല, ഞാൻ പറയുക, എനിക്ക് ജിനീഷ് ഭായിയുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇതിലെ കളികളും കാര്യങ്ങളും ഒന്നും എനിക്കറിയാൻ പാടില്ല. അത് ജിനീഷ് ഭായിക്ക് അറിയാം. അപ്പം ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ണി രാജയുടെ കൂടെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ചളി അടിമാലി ഉണ്ടോ, അമ്മ പടത്തിൻ്റെ കാര്യം പോക്കാം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും ഞാനൊരു മരിച്ചിട്ട് തിരിച്ചു വന്നയാളാണ്. അല്ല, ഞാൻ പറയാണ് മൊത്തത്തില് ഞാൻ പറ്റുമെങ്കിൽ ചിലപ്പോ ഈ ഫീൽഡ് വരെ വിടാനാണ് തൃപ്തിയെങ്കിൽ ഞാനത് വിടും. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയ ചേട്ടന്റെ പൊന്നു ചേട്ടന് വരണ കമന്റുകള് രാവും പകലും ഞാൻ ഓരോ നെഗറ്റീവ് വരുന്നതൊക്കെ ഡിലീറ്റ് ചെയ്ത്, അതായത് എന്തിട്ടാലും ഡിലീറ്റ് ചെയ്ത് ഇന്ന് വരെ ഞാൻ ചേട്ടനെ ഉപദ്രവിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യൂല. അല്ല, ഞാനൊരു കാര്യം പറയാം, ഞാൻ ആരും ഉപദ്രവിക്കില്ല, എന്നെ ഉപദ്രവിക്കില്ല. ഞാനൊരു സൈഡിൽ കൂടെ ഫാമിലി അല്ല, അത് ഞാൻ ചെയ്താന്ന് ചേട്ടൻ ഇപ്പോഴും പറയണേ. അല്ലല്ല, വളരെ കഷ്ടപ്പെട്ട് ജിനീഷ് ഭായി നമ്മൾക്കെല്ലാം വാശി വൈരാഗ്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ ഇഷ്ടമല്ലാത്തൊരു സ്വഭാവമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെടാത്തൊരു എൻ്റെ സ്വഭാവം. കാരണം ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ച് എന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവം, എൻ്റെ നാക്ക് ശരിയല്ല, എൻ്റെ പ്രവൃത്തി ശരിയല്ല. ഞാൻ എടുത്തുചേട്ടക്കാരനാണ്. നമ്മുടെ പ്രവൃത്തിയാണ് നാളത്തെ നമ്മുടെ വിജയം. ഇത് ചുമ്മാ ഫിലോസഫി അല്ല.
ഇന്ന് നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നോ മനസ്സുകൊണ്ട്, അതാണ് നാളത്തെ നമ്മുടെ വിധി. അതുകൊണ്ട് ഞാൻ ഇതെന്ന് വെച്ചാൽ അത് എൻ്റെ മനസ്സാണ്. അതുകൊണ്ട് ഞാൻ ഈ ഷാർമാജിയിൽ നിന്ന് ഞാൻ ചിലപ്പോൾ മാറും. ഒരുപാട് പേര് അത് ആഗ്രഹിക്കുന്നുണ്ട്. ശരി, ആ ആഗ്രഹം പോലെ നടക്കട്ടെ. ഞാൻ ചിലപ്പോൾ ഈ ഷാർമാജിക്കിൽ നിന്ന് മാറും. അല്ല, ഞാൻ ഈ ഷാർമാജിക്കിൽ നിന്ന് ഞാൻ ചിലപ്പോൾ അടുത്ത 1-2 ഷെഡ്യൂളും കൂടെ ഞാൻ ഉണ്ടാവുള്ളൂ. വേറെ ഏതെങ്കിലും ഒരു സംഭവം കണ്ടെത്തി ഞാൻ ഇവിടുന്നു. കാരണം നമ്മൾ ഈ സമയം വരെ ഞാൻ കൗണ്ടർ രാജാവ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിയെടുത്ത പോലെ എനിക്ക് ഇതിന്റെ കളികളൊന്നും അല്ല. ഞാൻ ഒരു കാര്യം ചേട്ടൻ എപ്പോഴും ഞാൻ ജിനീഷ് ഞാനൊരു കാര്യം പറയാണ്, എന്നെ ഉപദ്രവിക്കരുത്. എന്ത് ഉപദ്രവിച്ചു ചേട്ടൻ പറയണേ? എന്തോ ഉപദ്രവിച്ചു ചേട്ടൻ പറ. എനിക്കറിയില്ല സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ബന്ധങ്ങൾ, എന്റെ 2 പിള്ളേ ഇന്നുവരെ ചേട്ടൻ ഒരു നൈറ്റ് പോലും ഞാൻ ജിനീഷ് ഭായിയോട് ജിനീഷിന്റെ അടുത്ത് കോട്ടപ്പുറത്തിന്റെ അടുത്ത്, കോട്ടപ്പുറം എന്ന് പറഞ്ഞ തിരുവനന്തപുരത്തെ നമ്പർ 1 കൊട്ടേഷൻ ടീമിന്റെ കൂടെ വെള്ളം അടിച്ചിട്ട് ഞെട്ടിയിട്ട് എനിക്ക് ഇവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം. ചേട്ടാ അതൊക്കെ പോട്ടെ. ചേട്ടാ എന്നെ എവിടെ വേണേലും പരിശോധിച്ചു. ഞാൻ ചേട്ടന് വേണ്ടിട്ട് ഒരു പ്രവൃത്തി ഈ അഷ്റഫിന് വേണ്ടിട്ട് ചെയ്തിട്ടില്ല. ഞാൻ ചെയ്തു കൊടുത്തത് ആ യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുത്തു. ആള് പറഞ്ഞു ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എനിക്കൊരു പരിപാടിയില്ല, ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ ഉണ്ടാക്കി തരാം. അതിനകത്ത് ഞാനൊരു ബിസിനസ് ഇല്ല, എന്റെ 2 പിള്ളേരാണ് സത്യം. ഇത് വിട്ട് ഞാൻ ചേട്ടൻ അത് തെറ്റിദ്ധരിച്ചത് വളർന്നു വെച്ചാൽ ഞാൻ എന്നോട് ചോദിക്കായിരുന്നു. ഞാൻ 3 വർഷം ചേട്ടന്റെ ഒപ്പം ഉണ്ടായതാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ജിനീഷ് ഭായിയോട് പറയാം, വളരെ താന്ന് കൈ കൂപ്പിക്കൊണ്ട് അങ്ങനെയൊന്നും പറയല്ലേ ചേട്ടാ. ചേട്ടൻ അറിയോ, ചേട്ടന്റെ ബിനീഷ് ചേട്ടൻ അനിയൻ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ചേട്ടനോട് ആൾക്കാർ വീഡിയോ കട്ട് ചെയ്ത് വരുന്നു പറഞ്ഞത് അതടക്കം ഞാൻ ചെയ്തു കൊടുത്താണ് ഇപ്പോഴും വരെ. അത് ആര് ചോദിച്ചാലും ഞാൻ ചെയ്തു കൊടുക്കും. ഇല്ല, ഞാൻ ജിനീഷ് ഭായിയോട് പറഞ്ഞു ഇത്രയേ ഉള്ളൂ, നമ്മളെല്ലാവരും, നിങ്ങള് ഞാനാണെങ്കിലും ജിനീഷ് ഭായി ആണെങ്കിലും ഇന്നൊരു പ്രവൃത്തി ചെയ്താൽ നമ്മുടെ മക്കളെ, നമ്മുടെ പ്രവൃത്തിയെ, നമ്മുടെ പ്രസ്ഥാനത്തിനെല്ലാത്തിനും നമ്മളെ ഒരു ചരിത്ര സംഭവമാണ്. അതൊരു ചരിത്രം. അതെനിക്ക് ആ ചരിത്രം മനസ്സിലാക്കുക. നമുക്ക് 2 പെൺമക്കളാണെന്ന് മനസ്സിലാക്കുക. എന്റെ മക്കൾ, നമ്മളെല്ലാവരും മക്കളെ വളർത്താനായി അതുകൊണ്ട് ഇതിന്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ആണുങ്ങളാണ് എന്തെങ്കിലും കള്ളത്തരം ഇതൊക്കെ കാണിക്കും. അത് സ്വാഭാവികം. അതതിനാ കള്ളത്തരം അതിന്റെ റൂട്ടിൽ വിടുക. നമ്മളല്ലാതെ വേറെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുക. അതൊക്കെ നമുക്ക് ആൺപിള്ളേർക്ക് പറ്റിയ പരിപാടിയല്ല. അതൊന്നും ഞാൻ എൻ്റെ സ്വഭാവത്തിൽ എന്നെ തന്നെ ഇഷ്ടപ്പെടാത്ത എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ എൻ്റെ എടുത്തുചാട്ടമാണ്. ആ എടുത്തുചാട്ടം ചിലപ്പോഴൊക്കെ എനിക്ക് നല്ല ഇതാന്ന് തോന്നിയിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ എനിക്ക് മോശമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ കലാഫീൽഡിൽ അജയ് വാസവനോട് വരെ ചേട്ടന് പണി അറിയാൻ പാടില്ല, ചേട്ടൻ വല്ല പണിയും നോക്കുക, എന്നെ പണി പഠിപ്പിക്കാൻ വരണ്ട. ജോൺ ജാഫർ ജനാർദ്ദനുള്ളത് അവരെ പോലെ എനിക്ക് സിനിമയിൽ പ്രശ്നങ്ങളാണ്. ഡിക്തൻ പടുത്താസ് എന്ന് പറഞ്ഞ പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ വായിലിരിക്കണ പുളിച്ച തെറി കേൾക്കാതിരിക്കണമെങ്കിൽ ആളുകളുടെ മുമ്പിൽ ഇതിനോട് മാന്യമായിട്ട് പെരുമാറിക്കണം. നിങ്ങൾ ചിലപ്പോൾ വലിയ കൺട്രോളറൊക്കെ ആയിരിക്കും, അത് നിങ്ങൾക്ക് കൊള്ളാം എന്നും ജിനീഷ് ഭായിക്ക് അറിയാമല്ലോ. പരസ്യമായിട്ട് ഫ്ലവേഴ്സിൽ നിന്ന് തെറി പറഞ്ഞ ഏക വ്യക്തി ഞാൻ അങ്ങനെ ഇന്നല്ലേ നാളെ അല്ലെങ്കിൽ അവരുടെ കാല് നക്കി നിന്ന് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും ഇങ്ങനെ ചിന്തിക്കേയില്ല. അങ്ങനെ ചിന്തിച്ചിട്ടൊരു രക്ഷപ്പെടൽ എനിക്ക് വേണ്ട. ഞാനൊരു കാര്യം പറയട്ടെ, ജിനീഷ് ഭായിയോട് ഞാനൊരു കാര്യം പറയണം. ഞാൻ ഒരു പാവപ്പെട്ട കലാകാരനാണ്, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള പല കളികളും ഉണ്ട്, എനിക്കതറിയാം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ജിനീഷ് ഭായിക്ക് ഇപ്പൊ എന്റെ ഫേസ്ബുക്ക് ഇത് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്താ റിമൂവ് ചെയ്തില്ലേ? എനിക്കതറിയില്ല. അതിനകത്തൊക്കെ കുറെ പ്രോബ്ലംസ് ഒക്കെ എന്തൊക്കെ കാണിക്കുന്നു. ഇപ്പൊ വേറെ ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഇട്ടാണ് ചേട്ടന്റെ പേജിലിട്ടാണ്, മറ്റേ ഒഫീഷ്യൽ പേജിലെല്ലാം ഇട്ടാണ്. ചേട്ടന്റെ അക്കൗണ്ടിൽ, പേഴ്സണൽ അക്കൗണ്ടിലാണ് ചേട്ടൻ ഇട്ടാണ്. ഏതാന്ന് എന്താന്ന് എനിക്കറിയില്ല, ഫേസ്ബുക്കും കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞത് അല്ല, ഇത് ചേട്ടൻ ഇട്ടത് പേജിലിട്ടാണ്. പേജിന് 4 ലക്ഷം ഉള്ളൂ, മറ്റേ 2,000 പേരുള്ളൂ. ചേട്ടൻ അത് നോക്കിക്കോ. ഞാൻ അഡ്മിനല്ല, എനിക്കൊരു ആക്സസും ഇല്ല, ഉപയോഗിക്കാൻ പറ്റില്ല. ചേട്ടൻ കമ്പ്യൂട്ടറിൽ ഒന്ന് സെർച്ച് ചെയ്യണമെങ്കിൽ നോക്ക്, എന്നാലും ചേട്ടൻ വ്യക്തമായിട്ട് കാണിച്ചുതരാം. ഞാൻ ചേട്ടൻ 5 മിനിറ്റ് ഒന്ന് വീട്ടിലേക്ക് വന്നാൽ മതി, ആക്സസ് ഉണ്ടോന്ന് ഇപ്പൊ കാണിച്ചുതരാം. അല്ലെങ്കിൽ ആരെയും കൂട്ടി പോവാ, എനിക്ക് ആക്സസ് ഇല്ല അതിനകത്ത്.